രാത്രി കൊണ്ടെല്ലാം നഷ്ടമായ ജനതയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ഉറ്റവരെ നഷ്ടമായവർ, വീടും മറ്റ് ജീവനോപാധികളും എല്ലാം നഷ്ടപ്പെട്ടവർ. മുൻപ് കേരളം കാണാത്ത ദുരന്തം. അവർക്കുണ്ടായ നഷ്ടം അപരിഹാര്യമാണ്. പക്ഷേ അവരുടെ മുന്നോട്ടുള്ള ജീവിതം ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. 5 മാസത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച പുനരധിവാസ കരട് പട്ടികയിൽ സർവത്ര പിഴവാണ്. അർഹരായ പലരും പട്ടികയിലില്ല. അർഹതയില്ലാത്തവർ കടന്നുകൂടി. മാത്രമല്ല 100ഓളം പേരുകളുടെ ഇരട്ടിപ്പും പട്ടികയിൽ കാണാം. 502 കുടുംബങ്ങളുടെ പട്ടിക പഞ്ചായത്ത് നൽകിയപ്പോൾ കരട് പട്ടികയിലുള്ളത് 388 കുടുംബങ്ങളുടെ പട്ടിക മാത്രം. കരട് പട്ടികയാണ് എന്നും പിഴവ് തിരുത്താൻ അവസരമുണ്ട് എന്ന് പറയുമ്പോഴും ഇത്ര വലിയ പിഴവ് വന്നതിന്, വരുത്തിയതിന് ന്യായീകരണമുണ്ടോ? വിവരശേഖരണത്തിന്റെ അടിസ്ഥാന പാഠം പോലും അറിയാത്തവരാണോ ഇത്ര വലിയ ദുരന്തത്തിന്റെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നത്? പിഴവിന് ഉത്തരവാദിത്തം ആർക്ക് എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. സ്വാഗതം. നമുക്കൊപ്പം തത്സമയം ന്യൂസ് ഈവനിംഗിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ CPI വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ EJ ബാബു, ചൂരൽമല ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ശ്രീ മനോജ് എന്നിവരാണ്. ആദ്യം ശ്രീ മനോജ്, വലിയ പ്രതിഷേധം രാവിലെ മുതൽ നമ്മൾ കണ്ടു. മണിക്കൂറുകളോളം നീളുന്ന പ്രതിഷേധമായിരുന്നു. പല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരട് പട്ടിക പിൻവലിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, കരട് പട്ടിക ഇന്നലെ രാത്രി 8 മണിക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എക്കോ വരുന്നുണ്ട്. അത് പരിഹരിക്കും. ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വാർഡിൽ മാത്രം. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. ഒരു വാർഡിൽ മാത്രം, 11ാം വാർഡിൽ മാത്രം 70ഓളം ഡബിളിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും ഫീൽഡ് പരിശോധിക്കാതെ ഇങ്ങനൊരു ലിസ്റ്റ് ആരാണ് ഇട്ടത്? ഏത് ഉദ്യോഗസ്ഥനാണ് ഇട്ടത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലിട്ടത്? അപ്പോൾ ഞങ്ങളത് പരിശോധിക്കാൻ വേണ്ടി ഇന്ന് പഞ്ചായത്തിൽ ജോയിൻറ്റ് ഡയറക്ടർ മീറ്റിംഗ്, പഞ്ചായത്ത് മെമ്പർമാരെ ചേർത്ത് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളിവിടെ പ്രതിഷേധിക്കാൻ വന്നതാണ്. ഈ സമയം വരെ ഞങ്ങളിപ്പോൾ പഞ്ചായത്തിൽ തന്നെയാണുള്ളത്. ഏറ്റവും അവസാനം ADM വന്ന് ഞങ്ങൾക്ക് ഉറപ്പുകൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചത്. അത് കൃത്യമായിട്ട് DDMA ചേർന്നുകൊണ്ട് ആണ് ഈ കരട് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ DDMA വീണ്ടും ഒന്നുകൂടെ ചേർന്നുകൊണ്ട് ഈ ലിസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നിലവിൽ ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് ചേർന്ന് പഞ്ചായത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ phase 1 phase 2 എന്ന് പറഞ്ഞുകൊണ്ട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു GO നിലവിലുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു ലിസ്റ്റ് വരാൻ കാരണമെന്നാണ് ഈ അധികൃതർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ജോയിൻറ്റ് ഡയറക്ടർ. അപ്പോൾ ആ phase 1 എന്നുള്ളത് വീടുകൾ ഫുള്ളായിട്ട്, അതായത് പൂർണ്ണമായി തകർന്ന വീടുകൾ മാത്രമാണ് അവർ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും അവിടെ ഒരിക്കലും വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകളുണ്ട്. ആ 12ാം വാർഡിലെ സ്കൂൾ റോഡിലാണെങ്കിലും മുണ്ടക്കൈയുടെ 11ാം വാർഡിലെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശത്താണെങ്കിലും. അപ്പോൾ ആ വീടുകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 1ാം ഘട്ടം ലിസ്റ്റ്, അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടതെന്ന് ഞങ്ങൾ കൃത്യമായി ADMA ആയിട്ട് സംസാരിച്ചു. ADMA അങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി DDMA ചേർന്നുകൊണ്ട് ശ്രമിക്കാമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ സമരം അവസാനിപ്പിച്ചത്. അല്ല, ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിലവിൽ 10-15 വർഷത്തോളം ആയിട്ട് അവിടെ നിന്ന് മാറിപ്പോയ ആളുകളൊക്കെ തന്നെ ഈ ലിസ്റ്റിലുണ്ട്. എന്നാൽ അവിടെ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ബാഹ്യമായി നഷ്ടപ്പെട്ട ആളുകൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുമില്ല. ഇവർ പറയുന്ന മാനദണ്ഡം പൂർണ്ണമായി തകർന്ന വീടുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ തകരാത്ത വീടുകളും കൂടി ഈ ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ പക്ഷേ പൂർണ്ണമായി തകർന്നവർ പലരും ഈ ലിസ്റ്റിൽ വന്നിട്ടുമില്ല. അങ്ങനെയാണോ ശ്രീ മനോജ്? അല്ല, പൂർണ്ണമായി തകർന്ന വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പല പേരിൽ ഡബിളിങ്ങും കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും വാസയോഗ്യമല്ല എന്ന് പറയുന്ന പല വീടുകളും ഇതിൽ വന്നിട്ടില്ല. അവരെ ഇനിയും 2ാം ഘട്ടത്തിലേക്ക് മാറ്റി അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നാളെ അവിടെ താമസിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഒരിക്കലും അവിടെ താമസിക്കാൻ കഴിയാത്ത വീടുകളാണ്. അപ്പോൾ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അതെ, പക്ഷേ എനിക്ക് തോന്നുന്നു അത് തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന പോലെ phase 1 phase 2 അങ്ങനെ പല ഘട്ടങ്ങളായി. ആദ്യം ഏറ്റവും എല്ലാം നഷ്ടപ്പെട്ടു പോയവർ
എന്നുള്ളവർക്ക് മുൻഗണന കൊടുക്കുക എന്ന തരത്തിലേക്ക് തന്നെയല്ല. അത് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമല്ലേ മനോജ്? അല്ല, എല്ലാം നഷ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ വീട് പൂർണ്ണമായി പോയവരും അവിടെ ഇപ്പോൾ എൻ്റെ വീട് പൂർണ്ണമായി പോയതാണ്, അതിൻ്റെ തൊട്ടടുത്ത് പല വീടുകളുണ്ട്. അങ്ങോട്ടേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. ഇപ്പോൾ സ്കൂൾ റോഡ് എന്ന് പറയുന്നത് വെള്ളാർമല സ്കൂൾ റോഡ് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് റോഡില്ല. റോഡ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഇപ്പോൾ പുഴയാണ്, ഉരുൾപൊട്ടി വന്ന പ്രധാനപ്പെട്ട പുഴയായിട്ട് മാറിയിട്ടുണ്ട് ആ റോഡ്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അവർക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ താമസിക്കാൻ കഴിയുകയാണെങ്കിൽ ഓക്കെ, അവരെ ഫേസ് 2 ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു പ്രദേശത്തെ ഫേസ് 2 മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ് നിങ്ങളുടെ വിലയിരുത്തൽ. ഇതിപ്പോൾ 5 മാസം പിന്നിടുകയാണ്. എന്നിട്ട് കരട് പട്ടികയാണ്, സ്വാഭാവികമായും അതിൽ പിഴവുകൾ ചെറുതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്ര വലിയൊരു പുനരധിവാസത്തിൻ്റെ പട്ടികയാണല്ലോ തയ്യാറാക്കേണ്ടത്. എന്നാൽ ഈ ഇരട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ അസ്വാഭാവികമായ തരത്തിൽ നമുക്കിതിൽ കാണുമ്പോൾ ഒരു തരത്തിലും ശ്രദ്ധയില്ലാതെ ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഈ പട്ടിക നമ്മളൊന്ന് വിശദമായി പരിശോധിച്ചാൽ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് മാനന്തവാടി സബ് കളക്ടറെയാണ് ഈ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കരട് പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്, സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ഫീൽഡ് പരിശോധന നടത്താതെ പ്രദേശത്തെ ആളുകളായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആളുകളായിട്ടോ അങ്ങനെയൊന്നും ആശയവിനിമയം നടത്താതെ ഒരു ഓഫീസിലിരുന്നു കൊണ്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും ഡബിളിങ് ഒരു വാർഡിൽ മാത്രം 70ഓളം ഡബിളിങ് വരിക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് അത്തരം ഒരു ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ജോയിൻറ്റ് ഡയറക്ടറെ മീറ്റിങ്ങിലേക്ക് കയറി വന്നത്. അത് ഈ സമയം വരെ ഉണ്ടായിരുന്നു. ADM വന്നതിന് ശേഷമാണ് ഈ ഉറപ്പുകളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉറപ്പുകളൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ സമരം പിൻവലിച്ചത്. ADM തന്ന ഉറപ്പ് പാലിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ല, അപ്പോൾ ഈ സബ് കളക്ടർക്ക് മാത്രമാണ് ഇതിന് ഉത്തരവാദിത്വം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് തയ്യാറാക്കിയിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇത്ര അശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നാണ്? അല്ല, അതാണ് ഇത് സബ് കളക്ടർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്നുള്ളത്. ഇതിനിപ്പോൾ വരും ദിവസങ്ങളിലേ അറിയുള്ളൂ. കാരണം ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സബ് കളക്ടറെ സഹായിച്ചവരാരാണ്, അല്ലെങ്കിൽ ഏത് കോണെന്നാണ് ഇദ്ദേഹത്തിന് ഇത്തരം ആളുകളെ ഇത്തരം ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത്, ഇതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ്. അതാരും സബ് കളക്ടർ ഇന്നിവിടെ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ വന്നിട്ടില്ല. ADM ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വരാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. വരും ദിവസങ്ങളിൽ അത് വരുന്നത് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾ നേരത്തെ പ്രതിഷേധിക്കുമ്പോൾ ആവശ്യപ്പെട്ടത് കളക്ടർ എത്തണം, കളക്ടർ എത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകാതെ നിങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണല്ലോ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. പകരം ADM എത്തുന്നു, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം, അത് ചെയ്യാമെന്ന് ഉറപ്പ് കിട്ടിയോ? കിട്ടി. കളക്ടർ വരണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെ വയനാട്ടിലെത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രയാസം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമ്മളെ ആവശ്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ADM വരുന്നു പറഞ്ഞത്. മതി, ADM വന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, കൃത്യമായ മേഡത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ മേഡം അത് ഉൾക്കൊണ്ടുകൊണ്ട് DDMA ചേർന്നിട്ടാണ് നിലവിൽ ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്, കരട് ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആ ലിസ്റ്റ് മാനദണ്ഡങ്ങൾ മറ്റും വെച്ചിട്ടുള്ളത്. ആ ലിസ്റ്റ് DDMA ചേർന്നുകൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതെ, പക്ഷേ ഇതിപ്പോൾ അപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത രീതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പോലും നമുക്കിത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ശ്രീ മനോജ്. കാരണം ഇത്ര വലിയൊരു ദുരന്തം നമ്മൾ ഇതിനു മുൻപൊന്നും അഭിമുഖീകരിക്കാത്ത ഒരു ദുരന്തം, അവിടെയാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പിഴവുകൾ, ഞാൻ ആദ്യം പറയുന്നത് പോലെ പിഴവുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ചില പിഴവുകൾ കാരണം ഇത്ര വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതുണ്ടാകും എന്നൊക്കെയുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ അത് തിരുത്താൻ സമയം കൊടുക്കുകയും പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കാനൊക്കെ ഒരു സമയം, നിശ്ചിത കാലാവധി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തൊരു ഫീലിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ശ്രീ മനോജ്. അത് എന്താണത്, അതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് നിങ്ങൾ ആക്ഷൻ കൗൺസിൽ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയത് എന്താണ്?
അല്ല ഇത് ആ, ഇന്നലെ രാത്രിയോട് കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പരിശോധിക്കാൻ വരെ വേണ്ട സമയം, വേണ്ട രീതിയിൽ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളിത് പരിശോധിക്കും. ഇതാരാണ് ലിസ്റ്റ് ഉണ്ടാക്കി? സബ് കളക്ടറെ പിന്നെ ഇതിലെന്തെങ്കിലും താല്പര്യങ്ങൾ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആ സബ് കളക്ടർക്കെതിരെ നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കും, 388 പേരടങ്ങുന്ന ഒരു കുടുംബങ്ങളുടെ ഒരു കരട് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ 70ഓളം ഡബ്ലിങ് വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. 1-2 ഡബ്ലിങ് വന്ന് പിന്നെ ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വാദിക്കാം. പക്ഷേ 70ഓളം ഡബ്ലിങ് വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഇത് അന്വേഷിച്ച് ആ ഉദ്യോഗസ്ഥന് എതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പട്ടിക തയ്യാറാക്കുമ്പോൾ അത് സബ് കളക്ടറുടെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിന് കീഴിലാണ്. ഒരു കൂട്ടം ജീവനക്കാർ തയ്യാറാക്കിയ പട്ടികയായിരിക്കില്ലേ ഇത്, ശ്രീ മനോജ്? ആയിരിക്കും. ഇത് ജീവനക്കാർ തയ്യാറാക്കുകയാണെങ്കിൽ ഓഫീസിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കിയാലുള്ള, ഓഫീസിലിരുന്നു കൊണ്ട് ഒരു പട്ടിക ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഫീൽഡ് പരിശോധിച്ചുകൊണ്ട് ഒരു പട്ടിക ഉണ്ടാക്കുമ്പോൾ ഈ ഡബിളിങ് വരിക എന്ന് പറഞ്ഞാൽ ആളുകളെ പേരോ ഫോൺ നമ്പറോ ഒക്കെ ഡബിൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ വീട്ടു നമ്പർ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ 2-3 ആൾ, ഞാൻ താമസിച്ച വീട്ടിൽ 2 പേരാണ്, ഞാനും ബ്രദറും. ഞങ്ങൾക്ക് 2 പേർക്കും ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വീടേ ഉള്ളൂ, ഒരു വീട്ടു നമ്പറേ ഉള്ളൂ. 105 എന്ന് പറയുന്ന ഒരു വീട്ടു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഈ വീട് നമ്പർ പ്രധാന മാനദണ്ഡമായി എടുത്തുകൊണ്ടല്ലേ ഇങ്ങനൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. കാരണം ആളുകളെ ക്യാമ്പിൽ രജിസ്റ്റർ ആളുകളോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും കൊടുത്ത ലിസ്റ്റോ വെച്ചിട്ട് പിന്നെ ഇങ്ങനൊരു കരട് ലിസ്റ്റ് ഉണ്ടാക്കാൻ പാടുമോ? നിലവിൽ അവിടെ പോയ വീട് എന്ന് പറയുന്നത് ആരുടെ പേരിലാണ്, ആ വീടിന് ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറിൽ അവകാശി ഒരാളല്ലേ പാടുള്ളൂ. അതിൽ 3 ആൾ വരെ വന്നിട്ടുണ്ട് ഒരു കുടുംബത്തിൽ. അപ്പോൾ അങ്ങനെ വരുന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളിന്ന് ഏറ്റവും പെട്ടെന്ന്, ഇന്നലെ രാത്രിയിലാണ് ലിസ്റ്റ് വന്നതെങ്കിലും ഞങ്ങളിന്ന് രാവിലെ 10 മണിക്ക് തന്നെ പഞ്ചായത്തിൽ വന്ന് പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചത്. അത് അറിയിച്ചതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ബാക്കി നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് DDMA ചേർന്നുകൊണ്ട് പുതിയ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ കരട് പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ പിഴവുകൾ നിരവധിയുണ്ട്. അതിൽ ഉള്ള പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് ADM നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ രാജൻ, ഇത് നമ്മൾ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായി 5 മാസം പിന്നിടുന്നു. അതിനുശേഷം ഈ പുനരധിവാസ കരട് പട്ടികയാണെന്ന് നമുക്കറിയാം. അത് കരടാകുന്നത് തന്നെ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് തിരുത്തി അതിലെ യഥാർത്ഥ പട്ടിക പുറത്തുവിടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്മൾ ഇന്നുവരെ കാണാത്ത തരത്തിലേക്കുള്ള ഒരു അസ്വാഭാവികത ഈ പട്ടികയിൽ കാണുന്നുണ്ട്. ഇത് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ്. റവന്യൂ വകുപ്പിലെയും തദ്ദേശ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് തയ്യാറാക്കിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇരട്ടിപ്പുണ്ട്, അർഹരായവർ അല്ലാത്തവരുണ്ട്, എന്നാൽ എല്ലാ അർഹരായവരും വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അടിമുടി പിഴവ് വരുന്ന ഒരു പട്ടിക പുറത്തു വരുന്നത് അതെങ്ങനെയാണ് മിനിസ്റ്റർ? അനുജയോട് ആരാണ് പറഞ്ഞത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അടിമുടി കുഴപ്പമുള്ള പ്രയോഗങ്ങളിൽ എനിക്ക് പ്രയാസമില്ല. അല്ല, പ്രയോഗങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലല്ല ശ്രീ കെ രാജൻ, ഞാനിപ്പോ അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. താങ്കൾ ദയവേത് ഒന്ന് കേൾക്കൂ. അതായത് ഇപ്പോ 11ാം വാർഡിലെ ഗുണഭോക്താക്കളുടെ പട്ടിക 3ാം നമ്പർ കാർത്യായനി കെ എന്നാണ് അഡ്രസ്സ്. പുഞ്ചിരിമട്ടം മുണ്ടക്കൈ എന്ന് മാത്രമാണ് ഈ അഡ്രസ്സിലുള്ളത്. ഫോൺ നമ്പർ ഉണ്ട്, വീട്ടുപേരോ മറ്റനുബന്ധ വിവരങ്ങളോ ഇല്ല. എന്നാൽ ഇതേ പട്ടികയിൽ തന്നെ 143ാം നമ്പറുകാരിയും കാർത്യായനിയാണ്. അത് പക്ഷെ സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു, മറ്റേത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അഡ്രസ്സിൽ പുഞ്ചിരിമട്ടം എന്ന് മാത്രം. ഇത് കൂടാതെ അല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ഞാനൊന്ന് പലതും ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരെണ്ണം കൂടി, ചന്ദ്രൻ എന്ന 8ാം നമ്പറുകാരൻ, മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 135ാം നമ്പറിൽ എത്തിയപ്പോഴും ഇതേ ആൾ തന്നെ, പക്ഷെ ഫോൺ നമ്പർ ഇല്ല, മേൽവിലാസം വേറെ, വീട്ടു നമ്പർ 2 വേറെ. ഈ തരത്തിലേക്ക് ഇത് ഒരെണ്ണമല്ല, 100ഓളം അത്തരത്തിലേക്ക് ഒരു വാർഡിൽ തന്നെ ഇരട്ടിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് വേറെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? താങ്കൾക്ക് തെറ്റുണ്ട്. ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ലിസ്റ്റ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ പറയാം. ഇത് സാധാരണ നിലയിൽ തയ്യാറാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും 2ആയി തയ്യാറാക്കിയ ലിസ്റ്റാണ്. 2ആയി തയ്യാറാക്കിയ ലിസ്റ്റ് 2 ഘട്ടങ്ങളിൽ 2 ഫേസുകളായി കൊടുക്കാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചാണ്.
ഒന്ന് ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ നേരിട്ട് ഇടപെടാവുന്ന ലിസ്റ്റ്, മറ്റൊന്ന് നോട്ട് ടു ഗോ സോണിൽ ഉൾപ്പെടാവുന്ന ആളുകളുടെ ലിസ്റ്റ്. ഒന്നാമത്തെ ഫേസാണ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുള്ള ലിസ്റ്റ്. ആ ലിസ്റ്റിൽ മേപ്പാടിയിലെ പഞ്ചായത്ത് നൽകിയ 388 ആളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ റവന്യൂ വകുപ്പിലെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് ആ ലിസ്റ്റ് ഇന്നലെ ജില്ലാ കളക്ടർ വയനാട് ചെയർമാനും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള DDMA യോഗം ഏകകണ്ഠമായി പാസാക്കി ഇറക്കിയ ഒരു കരടാണ്. സ്വാഭാവികമായിട്ടും കരടിൽ പ്രശ്നമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കരട് എന്ന് പറഞ്ഞത്. കാരണം ഇത്ര വലിയൊരു ദുരന്തമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ലിസ്റ്റ് ഞാൻ ഉൾപ്പെടെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത വിധം അത്ര വലിയ ആളുകളുടെ ഒരു നമ്പറാണ്. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? DDMA, അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥ ചെയർമാനും ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള DDMA യോഗം ഏകകണ്ഠമായി പാസാക്കിയ കരട് റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരം പ്രസിദ്ധീകരിച്ചു. അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി നടന്ന പത്രസമ്മേളനത്തിൽ, ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടല്ല, വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിൽ ഞാൻ തന്നെ കൃത്യമായി പറഞ്ഞു, 15 പ്രവൃത്തി ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാം. ഈ പരാതികളിൽ ഇരട്ടിപ്പുണ്ടാകാനിടയുണ്ട്, ഈ പരാതികളിൽ ഉൾപ്പെടാത്ത പോയവരുണ്ടാകാനിടയുണ്ട്. അത് രണ്ടും ജനങ്ങൾക്ക് 4 ഇടങ്ങളിൽ പരാതി കൊടുക്കാം. ഒന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ, മറ്റൊന്ന് വെള്ളാർമല വില്ലേജ് ഓഫീസിൽ, 3 വൈത്തിരി താലൂക്ക് ഓഫീസിൽ, 4 പിന്നെ സബ് കളക്ടറുടെ ഇമെയിൽ അഡ്രസ്സിൽ. 15 പ്രവൃത്തി ദിവസം ലഭ്യമാകുന്ന എല്ലാ പരാതിയും സബ് കളക്ടറും തദ്ദേശ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികളും കൂടി ചേർന്ന് അത് നേരിട്ട് പരിശോധിച്ച് DDMA വീണ്ടും ചർച്ച ചെയ്തിട്ടാണ് അതിന്റെ ലിസ്റ്റ് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുക. പരാതി നൽകുന്നതിൽ അർഹതപ്പെട്ട ഒരാൾ പോലും ഒഴിവാക്കപ്പെടില്ല. തയ്യാറാക്കിയ പട്ടികയിൽ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി ഒഴിവാക്കപ്പെടും. ഇരട്ടിപ്പ് മാത്രമല്ല, അനർഹരായ ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടും. അത് ഗവൺമെന്റ് കൊടുത്ത ഉറപ്പാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും കരട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ 15 പ്രവൃത്തി ദിവസങ്ങളിൽ പിന്നെ പരാതി കൊടുക്കാൻ അവസരം, 2 ഇടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കോടെ പരാതി സ്വീകരിക്കാൻ സൗകര്യം, അത് പിന്നെ പരിശോധിക്കാൻ ഒരു 3 അംഗ സമിതി, വീണ്ടും അത് അംഗീകരിക്കാൻ DDMA. ഇനി മറ്റൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് 2 ലിസ്റ്റായി പ്രസിദ്ധീകരിക്കണോ? 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ദുരന്ത ബാധിതരാണ്. അവരെ ഇനി എത്ര പേരുണ്ടോ അത്രയും പേർ ആക്ച്വൽ ദുരന്തമുണ്ടായവരിൽ എത്ര പേരുണ്ടോ ഇനിയും ഇതിൽ നമ്പർ വരാനുണ്ട് എന്നാണ്. ഇന്നലെ രാത്രിയാണ് ഞാൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് 388 എന്ന്. അപ്പൊ തന്നെ ഞാൻ സംശയം ചോദിച്ചു, ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകാനിടയില്ലേ? ഈ ഫേസിൽപ്പെട്ട അതിലും കൂടുതൽ ആളുകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ. അല്ല, അതിൽ ഞാൻ ഒന്ന് ഇടപെട്ടൊരു സംശയം ചോദിക്കട്ടെ മിനിസ്റ്റർ. ഇപ്പൊ പഞ്ചായത്ത് പറഞ്ഞത് 500-ലേറെ പേരുടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട് എന്നാണല്ലോ. പക്ഷെ ഇവിടെ പുറത്തു വരുമ്പോൾ 388 ആദ്യ ഞാനത് ക്ലാരിഫൈ ചെയ്യാം. പഞ്ചായത്ത് തന്ന 552 ആളുകളുടെ ലിസ്റ്റിൽ 10ാം വാർഡിൽ പഞ്ചായത്ത് തന്ന 1ാം ഫേസിൽ 66, 2ാം ഫേസിൽ 59, 11ാം വാർഡിൽ പഞ്ചായത്ത് തന്ന ലിസ്റ്റിൽ 1ാം ഫേസിൽ 201, 2ാം ലിസ്റ്റിൽ 78, 12ാം വാർഡിൽ 1ാം ഫേസിൽ 121, 2ാം ഫേസിൽ 27. അങ്ങനെ 1ാമത്തെ ഫേസിൽ ഉൾപ്പെടാൻ പറ്റുന്ന യോഗ്യതയുള്ളവർ 388ഉം 2ാം ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുന്ന യോഗ്യതയുള്ളവർ 164ഉം. ഈ തന്ന ലിസ്റ്റ് തന്നെയാണ് 552 ആളുകളിൽ വേർതിരിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന DDMA യോഗം അംഗീകരിച്ചത്. എന്തുകൊണ്ടാണ് 2ാം ഫേസ്? അത് നോട്ട് ടു ഗോ സോണിൽ പെടാത്ത ആളുകളാണ്. പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അട്ടാമലയിലും ആറാമലയിലും നേരിട്ട് വീട് തകരാതെ, എന്നാൽ തകർന്നില്ലെങ്കിലും ആ വഴിക്ക് പോകാൻ പറ്റാത്തവർ, അവരാണ് 2ാമത്തെ ഫേസിൽ ഉൾപ്പെടുന്ന ആളുകൾ. അതെന്ത് വേണം? അത് ജോൺ മത്തായി തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തണം. ആ പ്രദേശങ്ങൾ അടയാളപ്പെടുത്താൻ ആദ്യം നടത്തിയ ഒരു ശ്രമം ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് മാറ്റിവെച്ചു. സ്വാഭാവികമായിട്ടും അത് അളന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽപ്പെടുന്ന ആളുകളെ നമുക്ക് പൂർണ്ണമായും നിശ്ചയിക്കാൻ പറ്റൂ. പൂർണ്ണമായും വീട് നേരിട്ട് തകർന്നു പോകാത്ത ആളുകൾ 2ാമത്തെ ഫേസിലാണ് ഉൾപ്പെടുക. അതിലും ഈ പറഞ്ഞ അതേ പ്രാക്ടീസ് തന്നെ ഉണ്ടാകും. അത് തന്നെ അളന്നാൽ ഒരു മാർക്ക് ചെയ്തു, ആ മാർക്ക് ചെയ്ത സ്ഥലം വരെ എന്നല്ല, മാർക്ക് ചെയ്തതിന്റെ അപ്പുറത്ത്, അതായത് നോട്ട് ടു ഗോ സോൺ അവസാനിക്കുന്നിടത്തിന്റെ തൊട്ടപ്പുറത്ത് 5 വീടോ 10 വീടോ
ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ഗോ സോണിൽ പെടാത്തതല്ലേ എടുക്കില്ല എന്നല്ല സമീപനം. അവരെ കൂടി ഉൾപ്പെടുത്തും. ഇൻക്ലൂസീവ് ആയിരിക്കും ഗവൺമെന്റിന്റെ സമീപനം. അത് രണ്ടാമത്തെ ഫേസ് ആണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്ന ലിസ്റ്റല്ല. അത് ഇതിന്റെ സൈമിൾട്ടേനിയസ് തന്നെയായി വരും. ലിസ്റ്റുകൾ 2 ഘട്ടത്തിലുണ്ടായാലും നിർമ്മാണം കോമൺ ആയിട്ടാണ് ആരംഭിക്കുക. 2 ഘട്ടത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേ സമയം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. 2 ഘട്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഭരണ സൗകര്യം മാത്രമല്ല, രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. ഒന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, ഒരാളും ഉൾപ്പെടാതിരിക്കരുത്, ഒരാളും അനർഹമായി പോകരുത്. 2 നോട്ട് ടു ഗോ സോൺ. ആ നോട്ട് ടു ഗോ സോണിൽ ഉൾപ്പെടാത്ത ചില ആളുകളെ പുതിയതായി എടുക്കേണ്ടി വരും. അതെന്തുകൊണ്ട്? ഒരു ഘട്ടത്തിൽ വന്ന് അവസാനിപ്പിച്ചാൽ പിന്നെ ആ വഴിയല്ലാതെ ആളുകൾക്ക് പോകാൻ പറ്റില്ല. അതുവരെ ഒഴിഞ്ഞു കിടന്നാൽ പിന്നെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് കിടക്കുക? അപ്പൊ അതുകൊണ്ട് രണ്ട് ലിസ്റ്റായി വരും. ഒരാൾക്കും ആശങ്കപ്പെടാനിടയുണ്ടാകില്ല. ഏറ്റവും ജനാധിപത്യപരമായ മാർഗമാണ് ഇതിലെടുക്കുന്നത്. 15 പ്രവൃത്തി ദിവസങ്ങൾ, സബ് കളക്ടറുടെ അന്വേഷണം, DDMA. ഈ രണ്ടാമത്തെ ലിസ്റ്റിലും അങ്ങനെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഭയപ്പെടണ്ട. 2 തവണ വന്നാൽ 2 ആളുകൾക്ക് വീണ്ടും കൊടുക്കുമോ? കൊടുക്കില്ല. ഇത് നാട്ടിൽ ജനങ്ങളാണ് കാണുന്ന ലിസ്റ്റല്ലേ. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ 2 പേർക്ക് ഓരോ വീട് കൊടുക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 8ാം നമ്പറുകാരൻ 2 സ്ഥലത്ത് ഒരു നമ്പറേ ഉണ്ടാകുള്ളൂ. ഒരു സംശയവും വേണ്ട. അത് അതെ, അതിപ്പോ 1, 2, 3 പിഴവല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ, ഈ ദുരന്തബാധിതർ രാവിലെ മുതൽ പ്രതിഷേധിക്കുന്നത് താങ്കളും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഒരു വാർഡിൽ തന്നെ ഏതാണ്ട് 70ഓളം ആവർത്തനമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ആശങ്ക ഈ ദുരന്തബാധിതർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ അനുജ പറഞ്ഞപ്പോൾ ഒരു ആശങ്ക. 388 പേരുടെ ലിസ്റ്റിൽ 70 പേർ ഡബിൾ ചെയ്താൽ അപ്പൊ തന്നെ 140 ആളായില്ലേ? ഒരു വാർഡിൽ 70 പേർ ഡബിൾ ചെയ്താൽ അങ്ങനെ 140 ആള് പേരുള്ള ഒരു വാർഡില്ലല്ലോ. ആകെ 388 ഉള്ളൂ. 11ാം വാർഡിൽ മാത്രമേ 201 ആളുകൾ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ 70 പേർ 2 തവണ വന്നു കഴിഞ്ഞാൽ ഈ 11ാം വാർഡ് 191 പേരിൽ 70 ആവർത്തനം എന്ന തരത്തിലേക്കൊക്കെയുള്ള 140ആയി. അപ്പൊ 140ആയി. അങ്ങനെയെങ്കിൽ അതും പരിശോധിക്കാം. ജില്ലാ കളക്ടറോട് നിർബന്ധമായിട്ടും അക്കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് പരിശോധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ മിനിസ്റ്റർ, എന്റെ സംശയം ഇത് ഈ 5 മാസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു പട്ടിക പുറത്തിറക്കുമ്പോൾ അത് കൃത്യമായി അതിൽ ഇത്രയധികം പിഴവുകൾ വരാത്ത രീതിയിലേക്ക് നോക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതേ സംശയത്തിലേക്കാണ് ഞാൻ വരുന്നത്. 5 മാസം കഴിഞ്ഞ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നത് എന്തുകൊണ്ടാണ്? പഞ്ചായത്ത് എന്നാണ് ലിസ്റ്റ് തന്നത്? ഒന്ന് ഡേറ്റ് നോക്കിയാൽ മതി. അനുജയ്ക്ക് അറിയാലോ. ആ ലിസ്റ്റ് തന്നത് എന്നാണെന്ന് നോക്കിയാൽ ലിസ്റ്റ് പഞ്ചായത്ത് പറയുന്നത് അവർ നൽകിയ ലിസ്റ്റ് പരിശോധിച്ചിട്ടില്ല. ആ ലിസ്റ്റ് പ്രകാരമല്ല ഈ കരട് പട്ടിക പുറത്തിറക്കിയിരുന്ന അവർ ഇന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിലൂടെ നമ്മളോടൊക്കെ പ്രതികരിച്ചതാണല്ലോ ആ യോഗത്തിൽ. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉണ്ടായിരുന്നല്ലോ ആ യോഗത്തിൽ. അങ്ങനെയൊന്നും തർക്കമില്ല. പഞ്ചായത്ത് രേഖാമൂലം കളക്ടർക്ക് തന്ന ഡേറ്റ് എത്രയാണ്? അത് കഴിഞ്ഞ് എത്ര ദിവസം പിടിച്ചു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ? 5 മാസം പിടിച്ചോ? 1 മാസം പിടിച്ചോ? 15 ദിവസം പിടിച്ചോ? ഞാൻ തർക്കത്തിനല്ല, നോക്കിയാൽ മനസ്സിലാകും. ഒരു കാര്യം സർക്കാരിന് വേണ്ടി ഉറപ്പു തരാം, ഒരാളെയും ഒഴിവാക്കില്ല. ഒഴിവാക്കപ്പെടാവുന്ന വിധത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇത് 2 ലിസ്റ്റും കൂട്ടിയങ്ങ് വെച്ച് നോക്കിയാൽ കൃത്യം മനസ്സിലാകുമല്ലോ. ഇതൊക്കെ പകൽ പോലെ വെളിച്ചപ്പെടുന്നതല്ലേ. 24-നെ പോലെ ഈ കാര്യത്തിൽ ഏറ്റവും നന്നായി ഇടപെട്ടൊരു ചാനൽ തന്നെ ഇത്തരം ഒരു ആശങ്കയിൽ പെടേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടായാൽ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം കഴിഞ്ഞ് നല്ല നിറമതയുള്ള സുതാര്യമുള്ള ലിസ്റ്റ് ഇറക്കും. അനുജ പറഞ്ഞതുപോലെ എന്തിനാണെങ്കിലും ലിസ്റ്റിൽ കരടെന്ന് പേര് വിളിക്കുന്നത്? കരട് പേര് തിരുത്തപ്പെടേണ്ടതായതുകൊണ്ടാണ് കരടെന്ന് വിളിക്കുന്നത്. കരട് മാറ്റിയാൽ തെളിമയാണ്. അതെ, ഇപ്പോൾ ഈ പഞ്ചായത്ത് അംഗീകരിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും പഞ്ചായത്തിന്റെ ഭരണസമിതി ഉൾപ്പെടെ ഇന്ന് അവിടെ പ്രതിഷേധത്തിനുണ്ടായിരുന്നു. അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല, ഉറപ്പ് കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞ അവസാനം ADM അല്പസമയം മുൻപ് വന്ന് അവർക്ക് ചില ഉറപ്പുകൾ കൊടുക്കുന്നത് വരെ പ്രതിഷേധിക്കുകയായിരുന്നു. കൂടുതൽ ഉറപ്പൊന്നുമില്ലല്ലോ. ഇത് തന്നെ ഉറപ്പ്. ഒരാളെയും ഒഴിവാക്കില്ല. എല്ലാം കൃത്യതയോടുകൂടി പരിശോധിക്കും. ഞാൻ വേണമെങ്കിൽ ആ ലിസ്റ്റുകൾ പരിശോധിച്ച് അതിന്റെ കൃത്യത വീണ്ടും കൃത്യമായി പറയാം. ഇതൊരു കരട് ലിസ്റ്റ് അല്ലേ, ഉദ്യോഗസ്ഥന്മാർ നൽകിയ ലിസ്റ്റ് അല്ലേ. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള LSTDയുടെയും പിന്നെ റവന്യൂവിന്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ. LSTD ഉദ്യോഗസ്ഥന്മാരിൽ പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള അതേ ബന്ധം തന്നെയാണല്ലോ മന്ത്രിമാർക്ക് മറ്റ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകുക. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, കൃത്യമായിരിക്കും ലിസ്റ്റ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. നമ്മളുടെ ചർച്ചയിൽ ഈ വിഷയമാണ്, അതിൽ ഒരു തരത്തിലും ആശങ്കയ്ക്ക് വകയില്ല എന്ന് പറയുന്നു. നമ്മളുടെ സമയം അവസാനിക്കുകയാണ്. ഒരൊറ്റ വരിയിൽ ശ്രീ മനോജ്, ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതിനോടുള്ള പ്രതികരണം. ഞങ്ങൾ മിനിസ്റ്ററെ കാണാനിരിക്കുകയായിരുന്നു. മിനിസ്റ്ററോട് സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ phase 1 phase 2 എന്നത്
ഞങ്ങൾക്ക് അല്ല, പഞ്ചായത്ത് കൂടി അംഗീകരിച്ച ലിസ്റ്റാണ് പുറത്തുവിട്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ വാസയോഗ്യമല്ല. പക്ഷേ പഞ്ചായത്തിൽ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി ചേർന്നുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഈ വാസയോഗ്യമല്ലാത്ത വീടുകളെ കൂടി ഉൾപ്പെടുത്തണം, ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അത് മറിച്ചാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ മനോജ് പ്രതികരിച്ചതിന്. ഏതായാലും ഒരു ആശങ്കയ്ക്കും വകയിൽ ഇത് കരട് പട്ടികയാണെന്ന് ആവർത്തിക്കുകയാണ് റവന്യൂ മന്ത്രി. അതിൽ പരിശോധനയുണ്ടാകും, ഒരാൾ പോലും ഇതിൽ ഒഴിവാക്കപ്പെടില്ല എന്ന് ഉറപ്പ് 24-ലൂടെ ദുരന്തബാധിതർക്ക് നൽകുകയായിരുന്നു മന്ത്രി ശ്രീ കെ രാജൻ. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.